ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, എല്ലാവരും ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് നെക്ക് ചെയ്യുന്ന സമയത്ത് അത് മലന്ന് പോകുന്നു, അല്ലെങ്കിൽ അത് ഒരുപാട് വിടർന്നു പോകുന്നു, അല്ലെങ്കിൽ വിചാരിച്ച ഷേപ്പ് കിട്ടുന്നില്ല. യൂനെക്കാണെങ്കിലും വീനെക്കാണെങ്കിലും എന്ത് നെക്ക് ചെയ്താലും അതിൻ്റെ കറക്റ്റ് ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല. അത് ഒരുപാട് ഇറങ്ങിപ്പോകുന്നു, കയറിപ്പോകുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കറക്റ്റ് ആൻസറാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നെക്കിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരും. എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നെക്ക് ചെയ്യാമെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്കിൻ്റെ വിഡ്ത്ത് ഇവിടെ 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ അത്യാവശ്യം ഒരു മെലിഞ്ഞ ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3 ഇഞ്ച് വരെ നെക്ക് ഓപ്പൺ കൊടുത്താൽ മതി. അത്യാവശ്യം ബോഡിയൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 3.5 വരെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ നെക്കിന് ഓപ്പൺ വേണ്ടതെന്ന് അളന്ന് നോക്കുമല്ലോ, അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അത് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കറക്റ്റ് സൈസിൽ കിട്ടും. നിങ്ങൾക്കിപ്പോൾ നെക്ക് എത്ര ചെയ്തിട്ടും ശരിയാവാത്ത ഒരാളാണെങ്കിലാണ് ഞാനിങ്ങനെ പറയുന്നത്. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, ഒരു 1/2 ഇഞ്ച് കുറച്ച് ചെയ്ത് നോക്ക്. പിന്നെ നെക്കിൻ്റെ ഇറക്കം, അപ്പോൾ ടോട്ടൽ ഇറക്കം എനിക്കിവിടെ 6 വേണ്ടത്. മനസ്സിലായോ? 6 വേണ്ടത്. പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഈ ഒരു പോർഷനിൽ ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ നമുക്കൊരു 1/2 ഇഞ്ച് പോകും. അപ്പോൾ എന്ത് പറ്റും, ഈ 6 എന്നുള്ളത് 5.5 ആയി പോകും. അപ്പോൾ നമുക്ക് കറക്റ്റ് എത്രയാണോ നെക്ക് ഇറക്കം വേണ്ടത് അതിനേക്കാളും 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 6 വേണ്ടത് കൊണ്ട് തന്നെ 6.5 ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് 3 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 തന്നെ നമുക്ക് താഴെയും കൂടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാർക്ക് ചെയ്തപ്പോൾ ചെറിയ മിസ്റ്റേക്ക് വന്നെന്ന് തോന്നുന്നത്, ലാസ്റ്റ് കറക്റ്റ് ചെയ്യാം. അപ്പോൾ അതായത് ഇതേപോലെ അന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് എത്രയാണോ വിട്ട് വേണ്ടത് അതിനേക്കാളും ഒരു 1/2 ഇഞ്ച് നിങ്ങൾ കുറച്ചോളൂ, കുഴപ്പമില്ല. ചെയ്ത് വരുമ്പോഴത്തേക്കും അത് കറക്റ്റ് ആയിക്കോളും. പിന്നെ ഇതേപോലെ ഇറക്കം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നിങ്ങളൊരു 1/2 ഇഞ്ച് എപ്പോഴും എക്സ്ട്രാ എടുക്കുക, എന്നാലേ നമുക്ക് കറക്റ്റ് അത് കിട്ടുകയുള്ളൂ. നിങ്ങൾ കൂടുതൽ നെക്ക് ഇറക്കം എടുത്തിട്ട് പിന്നെ 1/2 ഇഞ്ച് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങോട്ട് മലന്ന് പോകും. അങ്ങനെ ചെയ്യരുത്. കറക്റ്റ് എത്രയാണെന്ന് നോക്കുക നിങ്ങൾക്ക് വേണ്ട ഇറക്കം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ മതി. പിന്നെ ഓരോ നെക്കും നമ്മൾ എടുക്കുമ്പോൾ അതിന് ഓരോരോ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ നെക്കിനും നമ്മൾ ചുമ്മാ അങ്ങോട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ശരിയാവണമെന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഇപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് യൂനെക്കാണ് കേട്ടോ. യൂനെക്കാണ് ഞാൻ വരച്ച് കാണിക്കുന്നത്. യൂനെക്കാണെന്ന് വെച്ച് സിമ്പിളാണെന്ന് വിചാരിക്കേണ്ട. എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ അതാ 3, 6.5 ഇത്രയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ശരി, അപ്പോൾ നിങ്ങൾ വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ സാധാരണ എന്താ ചെയ്യുക, ഒന്നെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് ഒരു കർവ് അവിടെ വരച്ച് കൊടുക്കും, അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഫ്രഞ്ച് കർവ് എടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത്, അവരിപ്പോൾ റൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കർവ് അങ്ങോട്ട് വരച്ച് കൊടുക്കും. അതിനകത്ത് എന്ത് മെഷർമെൻറ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക്, ചിലർക്ക് ശരിയാവും. റൗണ്ട് വരയ്ക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ഒരു ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ ശരിയാകുമായിരിക്കും. അപ്പോൾ ഇങ്ങോട്ടൊക്കെ നമുക്ക് പോയിൻറ്റ്സ് വേണം, അവിടെ എത്ര അളവേ വേണം എന്നുണ്ട് നെക്കിനൊക്കെ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ശരിയാകുമായിരിക്കും. പക്ഷേ എല്ലാവർക്കും എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. നിങ്ങളിപ്പോൾ ഷോപ്പിലൊക്കെ ചെന്നിട്ട് നെക്കിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുക, സിമ്പിളായിട്ട് അല്ലേ, സിമ്പിളായിട്ടൊരു യു നെക്ക് അല്ലെങ്കിൽ സിമ്പിളായിട്ടൊരു റൗണ്ട് നെക്ക് എന്ന് പറയും. ഞാൻ ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നിങ്ങൾ സിമ്പിൾ എന്ന് പറയുന്ന ഈ സംഭവം സിമ്പിളാണെന്ന് നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സിമ്പിളല്ല. നമ്മൾ എന്ത് സിമ്പിളാണ് എന്ന് പറഞ്ഞാലും ഇത് നമ്മൾ ചെയ്തു വരുമ്പോൾ അതിൻ്റെ ആ കറക്റ്റ് അളവിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ നമ്മളിപ്പോൾ ഒരു കറി വെക്കുകയാണെന്നെങ്കിൽ തന്നെ ഉപ്പും മുളകും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് സിമ്പിളല്ല, അത് ശരിയാവത്തില്ല. അതേപോലെയാണ് നമുക്ക് ഇതിനും മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ മെഷർമെൻറ്റ്സിലേക്ക് കടക്കാം. ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി പറയുന്നതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ. പ്രോ ആയിട്ടുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട് ഇതിനെ ഇത്രയും വലിച്ചു നീട്ടുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്നുള്ളവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ആദ്യം നമ്മളിതാ ഇതേപോലെ ഈ ഒരു പോയിന്റിൽ നിന്നും ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഉള്ളിലേക്ക്. ഇവിടുന്ന് ഇതേപോലെ വെക്കുക. നമ്മൾ ഫോൾഡ് ചെയ്ത പോർഷനിൽ നിന്ന് ഇതേപോലെ 1.5 ഇഞ്ചസ് ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഓക്കെ അല്ലേ? നമ്മൾ ആദ്യം നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് വരയ്ക്കാനുള്ള പോർഷൻ വരച്ചു. അത് കഴിഞ്ഞിട്ട് താഴെയായിട്ട് ഇതേപോലെ 1.5 നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിൻ്റെ കോർണർ ഉണ്ടല്ലോ, ഈ ഒരു കോർണറിൽ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1.25 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇവിടെ ആയിട്ട് 1.25 ഇഞ്ച് കിട്ടി. ഇനി എന്തെങ്കിലും സ്കെയിലോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ആ ഒരു കോർണറിലേക്ക്
ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. യോജിപ്പിക്കാണ്ട് വരയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് കർവ് വരയ്ക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് അതിലോട്ടൊന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇവിടെ 1.25 ആണ് നമ്മൾ എടുത്തത്. അത് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 മെഷർമെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഒരു മെഷർമെൻറ്റും കൂടെ ഉണ്ട് ഇതാ ഇവിടെ ആയിട്ട്. ഇത് ഞാൻ എഴുതുന്നത് റൗണ്ട് നെക്കിൻ്റെ ആണ് കേട്ടോ, യു നെക്കിൻ്റെ ആണ്. ഓരോ നെക്കിനും ഓരോ അളവാണ്. ഇവിടെ ഒരു 2.5 ഇതേപോലെ മാർക്ക് ചെയ്തു. അവിടെ ഒന്ന് ശ്രദ്ധിക്കണേ, ഞാൻ എഴുതിയപ്പോൾ 2.4 എന്നാണ് എഴുതിയത്. ഞാനത് വോയിസ് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിച്ചത് കേട്ടോ. അവിടെ 2.5 ശരിക്കും നമ്മൾ എടുക്കുന്നത്. ഞാൻ എഴുതിയപ്പോൾ 2.4 എന്നാണ് എഴുതിയിട്ടുള്ളത്. അതെൻ്റെ മിസ്റ്റേക്കാണ്, നിങ്ങളതൊന്ന് മനസ്സിലാക്കിക്കോണേ. ഇനി ഈ 3 പോയിൻറ്റിൽ കൂടെ കണക്ട് ചെയ്തിട്ടാണ് നമ്മളിനി ആ ഒരു കർവ് വരയ്ക്കേണ്ടത്. കർവ് വരയ്ക്കുന്ന സമയത്ത് കറക്റ്റ് ഈ 1.5 കൂടെ വരയ്ക്കരുത്. 1.5 ആ ഒരു പോയിൻ്റ് എത്തുമല്ലോ, അപ്പോഴേക്കും നമുക്ക് അവിടെ ആയിട്ടൊരു ഉയർച്ച വേണം. 1.5 അവിടെ നിന്ന് ഉയർന്നിട്ടാണ് വരുന്നത്. ഞാൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകുമേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ എല്ലാ പോയിൻറ്റിലും കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്ക് വരയ്ക്കാം. അങ്ങനെ വരയ്ക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് 3 പോയിൻറ്റിലും കൊള്ളുന്ന എവിടെയാണോ എന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് വരയ്ക്കുക. 3 പോയിൻറ്റിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പോയിൻറ്റിൽ കറക്റ്റ് കൊള്ളണം. ആ 1.5 ആദ്യം എടുത്തില്ലേ, അത് കറക്റ്റ് കൊള്ളരുത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫ്രീ ഹാൻഡായിട്ടാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അതൊന്ന് വരച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് കറക്റ്റ് നമ്മൾ ആ ഷേപ്പിൽ എത്തിക്കുന്നതെന്ന്. അപ്പോൾ ഇത് ഇവിടുന്ന് ഇതേപോലെ തുടങ്ങിയിട്ട് നമ്മൾ 1.25 എടുത്ത പോയിൻറ്റിൽ മുട്ടിച്ചു. 2.5 എടുത്ത പോയിൻറ്റിൽ നിന്ന് ഇതേപോലെ 1.4 നമ്മൾ മുട്ടിച്ചിട്ടുണ്ട്. ഇനി അത് നേരെ നമ്മൾ ഈ 1.5 മുട്ടിക്കരുത്, അപ്പോൾ ഷേപ്പ് മാറിപ്പോവും. അപ്പോൾ നമ്മുടെ കർവ് കിട്ടത്തില്ല. ഇതേപോലെ കണ്ടിന്യൂ ചെയ്ത് ഒരു 1.4 ആകുമ്പോൾ ഇതങ്ങോട്ട് ഉയരണം. 1.5ക്ക് തൊട്ട് മുന്നേ ഉയരണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്കൊരു കോൺ പോലെ കിട്ടും. ഈ ഒരു ഷേപ്പിൽ നമുക്കിവിടെ കിട്ടും. അങ്ങനെ അവിടെ കിട്ടണം, മനസ്സിലായോ? 1.5ക്ക് മുന്നേ ആയിട്ട് ഇതൊന്നും ഇങ്ങനെ ഉയരണം. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഈ ഒരു പോർഷൻ കിട്ടണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു യു നെക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. നമുക്ക് അതൊന്നും കൂടെ ഡാർക്കിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ യു നെക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ യു നെക്കിൻ്റെയാണ് പറഞ്ഞേക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ വി നെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ വി നെക്കിന് വേറെ മെഷർമെൻറ്റ്സ് ഉണ്ട്, മനസ്സിലായോ? നിങ്ങൾ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയില്ല എങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും യു നെക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കിനി ഇതിൻ്റെ പുറമേ കൂടെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വരച്ചപ്പോൾ ഓക്കെ മനസ്സിലായിട്ടുണ്ടാകും. ഇത് കട്ട് ചെയ്ത് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ പേപ്പറിലാണ് ചെയ്യുന്നത്. നിങ്ങൾ മെറ്റീരിയൽ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു ബോൾ പിന്നൊക്കെ കുത്തി വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തെന്നി മാറി പോകത്തില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് നമുക്കതിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുള്ളതെന്നേ. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് നമ്മുടെ നെക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, കറക്റ്റായിട്ട് ആ ഒരു യു നെക്ക് നമുക്ക് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു കർവ്ഡ് പോർഷനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പുറത്തേന് നമ്മൾ മടക്കി അടിക്കുമ്പോഴോ അല്ലെങ്കിൽ പീസ് വെച്ച് അടിക്കുമ്പോഴോ കറക്റ്റായിട്ട് ആ ഒരു യു നെക്ക് നമുക്ക് കീപ്പ് ചെയ്ത് പോകും. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ നെക്ക് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നെക്കൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഇതേപോലെ മെഷർമെൻറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.